സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടേംസൊക്കെ പഠിച്ചായിരുന്നു. അതായത് ഹസാർഡ് എന്താണ്, ഡിസാസ്റ്റർ എന്താണ്, റിസ്ക്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി കുറച്ച് ടേംസും കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു ടേം എന്താണ് അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇനി കുറച്ച് ടേംസും കൂടെ ഉള്ളൂ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതെന്താണെന്ന് ഒരു 3 മാർക്കിന് എഴുതാനായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് റിസ്ക് മാപ്പിംഗ് ആണ്. ഓക്കെ, റിസ്ക് മാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊരു ഒരു ഹസാർഡ് ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അപ്പം ആ ഹസാർഡ് ഉണ്ടാകുന്ന ഏരിയ അല്ലെങ്കിൽ ആ പ്ലേസ്, അവിടുത്തെ കമ്മ്യൂണിറ്റി, അവിടുത്തെ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളൊരു മാപ്പ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ റിസ്ക് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റിസ്ക് മാപ്പ് ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ ജോഗ്രഫിക്കൽ സോൺ ദാറ്റ് മൈറ്റ് ബി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ഹസാർഡ്. അതായത് നമ്മൾ സാധാരണ സോൺ തിരിക്കുന്നത് പോലെ, ഓക്കെ, ഏറ്റവും കൂടുതൽ ഒരു ഹസാർഡ് കാരണം അഫക്റ്റ് ചെയ്യാവുന്നുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, അവിടെ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ്, ഇതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മാപ്പാണ്. അതാണ് റിസ്ക് മാപ്പ് എന്ന് പറയുന്നത്. സോ ഈ റിസ്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസ്ക് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റിസ്ക് മാപ്പിങ്ങിൽ എന്തൊക്കെ കാണും? ഒരു ഹസാർഡും വൾണറബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ട്. അപ്പം ഇത് അതേപോലെ, അതായത് ഹസാർഡും വൾണറബിലിറ്റിയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്തായിരിക്കും, വേറെ വേറെ ഓരോ പാരാമീറ്റേഴ്സും, ഇപ്പോൾ ഹസാർഡാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ പാരാമീറ്റേഴ്സിനെ അനലൈസ് ചെയ്തിട്ട്, അപ്പം അതിൻ്റെ അനാലിസിസും ഓരോ കാര്യങ്ങളും എന്ത് കാണും, ഈ റിസ്ക് മാപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതായത് ഹസാർഡാണെങ്കിൽ അതിൻ്റെ എല്ലാ റിസ്ക് എലമെൻസും എന്തായിരിക്കും, ഈ റിസ്ക് മാപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഈ റിസ്ക് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും ഉപയോഗം? ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ എന്താണ്, നമുക്ക് ഒരു പാൻഡമിക് ഒരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക്കലി ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എന്തായിരിക്കും, ഡിസിഷൻ മേക്കേഴ്സിന് പെട്ടെന്നൊരു ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ചിലപ്പം റിസ്ക് മാപ്പ് എന്ന് പറയുന്നൊരു ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ റിസ്ക് മാപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഉപകാരപ്പെടും. ഓക്കെ, സോ ഈ റിസ്ക് മാപ്പിംഗ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെൻറ്റ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് എന്തെങ്കിലും ഇപ്പം നമുക്ക് ആ ഏരിയയിൽ റീഅറേഞ്ച്മെൻറ്റോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് മാനേജിങ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസ്ക് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ റിസ്ക് മാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യങ്ങളുണ്ട്, ഹസാർഡ് മാപ്പിംഗ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതിൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സും നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു ഹസാർഡ് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നു, അപ്പം അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നു. സോ അതിനെ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് നേരിടാം, ഓക്കെ, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കോപ്പപ്പ് ചെയ്ത് എടുക്കാം. സോ അതിൻ്റെ എല്ലാത്തിനെയും കൂടെ വിളിക്കുന്നൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ കപ്പാസിറ്റി റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഓഫ് ഓൾ സ്ട്രെങ്ത് ആട്രിബ്യൂട്ട്സ് ആൻഡ് റിസോഴ്സസ് അവൈലബിൾ വിത്തിൻ എ കമ്മ്യൂണിറ്റി, സൊസൈറ്റി ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു അച്ചീവ് അഗ്രീഡ് ഗോൾസ്. അതായത് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിനെ ഓവർകം ചെയ്ത് നമുക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള എല്ലാ റിസോഴ്സസും ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു റിസോഴ്സസിനെ നമുക്ക് എന്തെന്ന് പറയാം, കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അതായത് അത് ഏതിൻ്റെയൊക്കെ ടേംസിലാവാം, ഫിസിക്കൽ ടേംസ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആവാം, സോഷ്യൽ, ഹ്യൂമൻ ഓർ എക്കണോമിക് റിസോഴ്സസ് എന്തും ആവാം. ഓക്കെ, സോ അതായത് എന്തൊക്കെ കാണാം, നമുക്കിപ്പോൾ ഒരു ലീഗൽ അല്ലെങ്കിൽ റെഗുലേറ്ററി, അതായത് നമ്മുടെ ലോസും റെഗുലേഷൻസും വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ അവയർനെസ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹസാർഡിന് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്നു അതിനെപ്പറ്റിയുള്ള റിസർച്ചസ് ആവാം. ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ഇതെല്ലാം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ നമുക്ക് എന്താണ് അതായത് ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റർ ഫേസ് ചെയ്യാനുള്ള നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിക്കലി നമുക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അങ്ങനെ പറയാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള, അതായത് ഇതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മളുടെ ഒരു കേപ്പബിലിറ്റീനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഈ കേപ്പബിലിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്, നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ അവയർനെസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ്, നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും എന്താണ് നമ്മളുടെ ഈ കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ കേപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഷെൽട്ടേഴ്സ്, അതായത് ഒരു സൈക്ലോൺ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൈക്ലോൺ ഷെൽട്ടേഴ്സിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നു. സോ അങ്ങനെ ഇതെല്ലാം എന്താണ്, കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ, അതായത് നമ്മൾ ആ ഒരു സൈക്ലോൺ എന്ന് പറയുന്ന ആ ഒരു ഡിസാസ്റ്ററിനെ തടയാനായിട്ട് നമ്മൾ കേപ്പബിൾ ആവുകയാണ്. എന്തിലൂടെ, നമ്മൾ മാറി താമസിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മളൊരു കുറേ പേരെ മാറ്റി പാർപ്പിക്കുന്നതിലൂടെ ആ ഒരു ഹസാർഡിനെ നേരിടാൻ നമ്മൾ കേപ്പബിൾ ആവുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആൾക്കാരുടെ എബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ എബിലിറ്റി ഓഫ് പീപ്പിൾ, കമ്മ്യൂണിറ്റീസ് ഓർ ഓർഗനൈസേഷൻ യൂസിങ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് സ്കിൽ ടു ഫേസ് ആൻഡ് മാനേജ് അഡ്വേഴ്സ് കണ്ടീഷൻ ദാറ്റ് പൊട്ടൻഷ്യലി കുഡ് ലീഡ് ടു ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, അതായത് ആ ഒരു ഹസാർഡിനെ കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റി, അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അതായത് നമ്മളുടെ നോർമൽ ഫങ്ഷനിങ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഡിസാസ്റ്റർ വരുന്നത് കാരണം നമുക്ക് പ്രത്യേകിച്ച് എന്തൊന്നുമില്ല, ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് റെഡിയാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അപ്പോൾ നമ്മളുടെ ആ കപ്പാസിറ്റീനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ആ സിറ്റുവേഷനുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള നമ്മളുടെ സിറ്റുവേഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കേപ്പബിലിറ്റീനെ നമ്മൾ എന്തെന്ന് പറയുന്നു, കോപ്പിംഗ് കേപ്പബിലിറ്റി ഓർ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നു. ഓക്കെ, സോ കോപ്പിംഗ് കപ്പാസിറ്റി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ഡിസാസ്റ്റർ റിസ്ക്. ഓക്കെ, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന് സഹായിക്കുന്നു, ഈ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേമാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സിസ്റ്റം to resist, absorb or recover from effect of hazards in a timely and efficient manner, preserving or restoring its essential basic structures, functions and identity. അതായത് നമ്മളുടെ റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അതായത് ഇപ്പം കമ്മ്യൂണിറ്റി ആയാലും എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആയാലും, അതായത് നമ്മളിൽ എന്ത് ചെയ്യുന്നു, ഒരു ഡിസാസ്റ്റർ വന്നു. ഓക്കെ, സോ അതിൽ നിന്ന് ബൗൺസ് ചെയ്ത് തിരികെ നോർമൽ കണ്ടീഷനിലേക്ക് പോകാനുള്ള നമ്മളുടെ എബിലിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. മറ്റത് എന്താണ്, നമ്മുടെ നോർമൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള ഇതിനെ നമ്മൾ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നു. ആൻഡ് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, സോ അതിൻ്റെ സഫറിങ്സിൽ നിന്നും അതിന് ശേഷം തിരിച്ച് നോർമലിലേക്ക് ഒരു ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റീനെ നമ്മൾ എന്തെന്ന് പറയുന്നു, റെസിലിയൻസ് എന്ന് പറയുന്നു. സോ അക്കോർഡിംഗ് ടു NISDR, ഡിസാസ്റ്റർ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഡിഗ്രി ടു വിച്ച് ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസ് ദംസെൽഫ് ടു ലേൺ ഫ്രം പാസ്റ്റ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക് ടു ഫ്യൂച്ചർ വൺസ് അറ്റ് വേരിയസ് ലെവൽസ്, ഇൻ്റർനാഷണൽ, റീജിയണൽ, നാഷണൽ ആൻഡ് ലോക്കൽ. അതായത് പാസ്റ്റ് ഡിസാസ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ റിസ്ക് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, റെസിലിയൻസ് എന്ന് പറയുന്നു. ഓക്കെ, കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, കോപ്പിംഗ് കപ്പാസിറ്റിയും റെസിലിയൻസും തമ്മിൽ മാറിപ്പോകരുത്. കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എബിലിറ്റിയാണ്, അതായത് നമ്മൾ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മുടെ നോർമൽ ലൈഫ് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കപ്പാസിറ്റി, നമ്മളതിന് കേപ്പബിൾ ആണ് എന്നുള്ളതിന് കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയും. ആൻഡ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് തിരിച്ച് നമ്മൾ നോർമലിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു പവറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, റെസിലിയൻസ് എന്ന് പറയുന്നു. ഇത് ആക്ച്വലി നോട്ട് ഫോർ പീപ്പിളിനെ മാത്രമല്ല, ബാക്കിയെല്ലാം ഇതിൽ വരും, അതായത് ഇൻ ടേംസ് ഓഫ് എക്കണോമി ആൻഡ് എൻവയറമെൻ്റലി ആവാം. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടീസ്, അസറ്റ്സ്, ഇതിനെല്ലാം തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ കോപ്പപ്പ് ചെയ്തിട്ട് തിരിച്ച് പഴയ രീതിയിലോട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആണ്. എന്തായിരിക്കും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്? അതായത് നമുക്കിപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കുന്നു, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന കുറേ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അതിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് റെമഡീസ് എല്ലാം എന്ത് ചെയ്യുന്നത്, പ്രപ്പോസൽ വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മളുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി, ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അത് ഇംപ്ലിമെൻറ്റും ചെയ്യണം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്താണ് ഒക്കേഷണലി അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ വരുന്നത്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും എഫേർട്സും ഫോർമലി എന്ത് ചെയ്യാറുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട്. അതായത് എന്തായിരിക്കും, ഒരു പ്രോപ്പറായിട്ടുള്ള അതോറിറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ കീപ്പ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് കാണാം, അതായത് ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ മെഷേഴ്സ് ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത് പ്രോപ്പറായിട്ട് പ്ലാൻസിൽ. സോ അതിൽ നമുക്ക് ബോത്ത് സ്ട്രക്ചറലും കാണും നോൺ സ്ട്രക്ചറലും കാണും. ഈ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എൻജിനീയറിങ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് നമ്മൾ കൊണ്ടുവരുന്നു. ഓക്കെ, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതെല്ലാം എന്താണ്, അതിനുള്ള ഫൗണ്ടേഷൻസ് കിട്ടുന്നു. ഇതെല്ലാം എന്താണ്, എൻജിനീയറിങ് സൊല്യൂഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാൽ അതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന എൻജിനീയറിങ് സൊല്യൂഷൻസ് ആണ് ഇതെല്ലാം, അല്ലേ? സോ അങ്ങനെയുള്ള മെഷേഴ്സിന് നമ്മൾ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്നും, അല്ലാതെ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളിസീസും ലോസും എഡ്യൂക്കേഷനും അവയർനെസ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സാണ്. രണ്ടും വേണമല്ലോ, നമുക്ക് സ്ട്രക്ചറൽ മെഷേഴ്സും വേണം, നോൺ സ്ട്രക്ചറൽ മെഷേഴ്സും വേണം. സോ അതാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ ഞാൻ പറഞ്ഞു സ്ട്രക്ചറലും വേണം, നമുക്ക് നോൺ സ്ട്രക്ചറലും വേണം. സോ അതെന്ന് വെച്ചാൽ നമ്മളുടെ ഡെവലപ്മെൻറ്റിൻ്റെയും അതേപോലെ ഈ ഹ്യൂമാനിറ്റേറിയൻ പ്രോഗ്രാംസിന്, അതായത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലത്തെ അങ്ങനത്തെ സോഷ്യൽ അവയർനെസ്, ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എത്ര ടെക്നോളജി ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രത്തോളം നമ്മളുടെ ഡെവലപ്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് പ്രോപ്പർലി ആൾക്കാരുടെ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡിസാസ്റ്ററിൻ്റെ നെഗറ്റീവ് എഫക്റ്റും കൂടെ മനസ്സിലാക്കി അവർ അവെയർ ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഫ്ലഡ് വന്നപ്പോൾ തന്നെ കണ്ട ഒരു കാര്യമാണ്, കുറേ പേര് ഇപ്പോൾ അത്യാവശ്യമാണ് അവരെ മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അർജൻറ്റായിട്ടുള്ളൊരു കേസാണ്. പക്ഷേ ചില ആൾക്കാർ എന്ത് ചെയ്യത്തില്ല, ഇറങ്ങില്ല. നമ്മൾ ഫ്ലഡ് വരുമ്പോൾ സ്ഥിരമായിട്ട് ന്യൂസിൽ കാണുന്നൊരു കാര്യമാണ്, അല്ലേ? ഫ്ലഡ് വരുമ്പോൾ കുറേ പേര് ഇറങ്ങില്ല. വേറൊരു എപ്പിഡമിക് ഇപ്പോൾ വന്നു, വാക്സിൻ എടുക്കാൻ പറഞ്ഞു, കുറേ പേര് മതത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യത്തില്ല, വാക്സിൻ എടുക്കത്തില്ല. ഇതെല്ലാം അത് ഇതിനൊരു ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതായത് നമുക്ക് എന്താണ്, ഡെവലപ്മെൻറ്റും ഈ ഹ്യൂമാനിറ്റേറിയൻ പ്രോഗ്രാംസും തമ്മിൽ എന്ത് വേണം, ഒരു ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ അത് ബേസിക്കലി നമ്മൾ രണ്ട് സ്റ്റെപ്പിൽ കൂടെയാണ് പറയുന്നത്, വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റീസ് ആൻഡ് ഓപ്പറേഷണൽ അബിലിറ്റീസ്. ഓക്കെ, അത് ആക്ച്വലി നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും. തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് നോക്കി വയ്ക്കുക. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ദെൻ കംസ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ നമ്മൾ സ്ട്രക്ചറലായിട്ടൊരു പ്ലാൻ എവിടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ മെഷേഴ്സ് റിസ്ക് റിഡക്ഷനിൽ ഉണ്ടാക്കും. സോ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻസ് ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് റിസ്ക്. ഓക്കെ, സോ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് എല്ലാ സ്ട്രാറ്റജിക്കും ഓപ്പറേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ദാറ്റ് റിലേറ്റഡ് ടു റെഡ്യൂസിങ് വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ ടു ഹസാർഡ് വൈൽ ഇൻക്രീസിങ് കോപ്പിംഗ് ആൻഡ് റെസ്പോൺസ് കപ്പാസിറ്റി. അതായത് നമ്മളുടെ റെസിലിയൻസും അതുപോലെ നമ്മളുടെ ഈ കോപ്പിംഗ് കപ്പാസിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ സ്ട്രാറ്റജിക്കും ഓപ്പറേഷണലും ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഹസാർഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് എന്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഈ പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ് ഉണ്ട്. അതെന്തുവാണെന്ന് ഇനി അങ്ങോട്ട് പോകുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഈച്ച് ടേംസിനെ പറ്റിയും എന്ത് ചെയ്യാനുണ്ട്,
പഠിക്കാനുണ്ട്. സോ കറണ്ടും ഫ്യൂച്ചർ റിസ്ക്കും ഇത് രണ്ടും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് അതായത് ഈ പ്രിവെൻഷൻ, മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ്സിനെ പറ്റി ഇപ്പോൾ എന്താണ് ഇനി അടുത്ത കുറച്ച് ടേംസ്, അതായത് ഇപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേംസിനെ പറ്റി എന്താണെന്ന് പറയാനായിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏർലി വാർണിംഗ് സിസ്റ്റംസ്. So early warning system is a socio-technical system designed to generate and circulate meaningful warning informations in a timely manner to enable a target system take proactive responses to a hazardous threat in order to avoid disasters or to reduce its impact. അതായത് ഏർലി വാർണിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. അതായത് നമ്മളെന്താണ് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ എന്താണ് അവരെന്താണ് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹസാർഡ് അവർക്ക് ത്രെഡായിട്ട് നിൽക്കുന്നു. സോ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്താണ് മീനിങ് ആയിട്ടുള്ള കറക്റ്റ് ടൈമിൽ എടുക്കുക, അവർക്ക് ഒരു വാർണിംഗ് ഇൻഫോർമേഷൻ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഇപ്പോൾ അവരുടെ ഒരു ഡിസാസ്റ്റർ വരുവാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സോ അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫ്ലഡ് വരുവാണെങ്കിൽ തന്നെ ഇപ്പം ഈവൻ നമ്മളുടെ ഇപ്പം ഒത്തിരി മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ എന്താണ് ഈ ഫിഷേഴ്സിന് അല്ലെങ്കിൽ ഫിഷർമാൻ അവർക്ക് എന്താണ് വാർണിംഗ് കൊടുക്കാറുണ്ട്, കടലിൽ പോകരുതൊക്കെ. അതെല്ലാം എന്താണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. ഇറ്റ് എംഫസൈസസ് സോഷ്യോ ടെക്നിക്കൽ ബിക്കോസ് ആൻ ഏർലി വാർണിംഗ് സിസ്റ്റം കംപ്രൈസസ് ഓൾ സ്റ്റെപ്സ് ഫ്രം ഡിറ്റക്ഷൻ ഓഫ് ത്രെഡ്, thorough communication to target community of people, to the ability of the target to understand and respond appropriately to the warning. അതായത് ഇത് നമ്മൾ പറഞ്ഞു അതൊരു സിസ്റ്റമാണ് അല്ലേ, നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രോപ്പറായിട്ടുള്ള വാർണിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ സോഷ്യോ ടെക്നിക്കൽ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് നമ്മൾ ഒരു ത്രെഡിനെ എല്ലാ സ്റ്റെപ്സും ഉണ്ട്. അതായത് ഒരു ത്രെഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് തൊട്ട് പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നുണ്ട് നമ്മളുടെ പീപ്പിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് പ്രോപ്പറായിട്ട്, അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരത് മനസ്സിലാക്കി അവരതിന് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കുന്നത് വരെയുള്ള എല്ലാ സിസ്റ്റവും എന്തിലാണ് വരുന്നത്? ഈ ഏർലി വാർണിംഗ് സിസ്റ്റത്തിൽ വരുന്ന സ്റ്റെപ്സാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നോളജി പരമായി, അതായത് ടെക്നിക്കലായി ആ ത്രെഡ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തു, സോഷ്യലി നമ്മൾ പ്രോപ്പറായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരതിന് പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി കൂട്ടുക. ആ ഒരു രീതിയിൽ വരുന്നതിന് അതുകൊണ്ടാണ് അതിന് നമ്മൾ പറയുന്നത് സോഷ്യോ ടെക്നിക്കൽ എന്ന് പറയുന്നത്. സോ അത് ആൾക്കാരിൽ അതിന് റിസ്ക് ഇൻഫോം ചെയ്യാം, അതായത് ഫോർകാസ്റ്റ് ഇൻ അഡ്വാൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ് അബൌട്ട് ഇൻവെൻറ്റിംഗ് ഡിസാസ്റ്റേഴ്സ്. അതായത് നമ്മൾ ആ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റിയെല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അവരുടെ കപ്പാസിറ്റിയും എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റെപ്സും എന്തിലാണ് വരുന്നത്? ഏർലി വാർണിംഗ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന ഒരു ടേം എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. നിങ്ങൾക്ക് ആ ടേമിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഡിസാസ്റ്റർ വരുന്നു. ഓക്കെ, സോ ആ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്കും നമ്മളതിനെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നമ്മളതിനെ പ്ലാൻ ചെയ്യണം അല്ലേ, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ആ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട്. സോ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് കൺസിസ്റ്റ് ഓഫ് നോളേജ് ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ടു എഫക്റ്റീവ്ലി ആൻറ്റിസിപ്പേറ്റ്, റെസ്പോണ്ട് ആൻഡ് റിക്കവർ ഫ്രം ദി ഇമ്പാക്റ്റ് ഓഫ് ലൈക്ലി ഇമിനൻറ്റ് ഓർ ആക്റ്റീവ് ഹസാർഡ് ഇവൻറ്റ്സ് ഓർ കണ്ടീഷൻസ്. സോ ആ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ഹസാർഡ് കണ്ടീഷൻ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് റെസിലിയൻസും അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന എല്ലാ സ്ട്രാറ്റജീസും നമ്മളെടുക്കുന്ന എല്ലാ പ്ലാനിങ്ങും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഏർലി വാർണിംഗ് സിസ്റ്റം കിട്ടി, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളുടെ എക്വിപ്മെൻറ്റ്സും സപ്ലൈസ്, ഇപ്പോൾ ഫുഡായാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വേണ്ട വെപ്പൺസ് ആയാലും ഇതെല്ലാം നേരത്തെ മുൻകരുതലോടെ കണ്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ട്രെയിനിങ്ങും ഫീൽഡ് എക്സസൈസും എല്ലാം പ്രോപ്പറായിട്ടുള്ള അവെയർനെസ്സും ട്രെയിനിങ്ങും എല്ലാം ചെയ്യുന്നതിന് ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആയിട്ട് വരുന്നതാണ്. അതായത് ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെയൊക്കെ നേരിടാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ്
പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്തിൽ വരുന്നത്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിൽ വരുന്നത്. സോ ആദ്യം ഒരു പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യുക, അത് ഫോമുലേറ്റ് ചെയ്തെടുക്കുക, അതുപോലെ നെസസറി നമുക്ക് ആ ഡിസാസ്റ്ററിന് സമയത്ത് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം സ്റ്റോക്ക് പൈൽ ചെയ്യാം. ആൻഡ് നമ്മുടെ പല ട്രെയിനിങ്ങിലൂടെയും അവയർനെസ്സിലൂടെയും ഫീൽഡ് എക്സസൈസിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കപ്പാസിറ്റീസ്, കോപ്പിംഗ് കപ്പാസിറ്റീസും റെസിലിയൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്കില്ലെല്ലാം എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം വരുന്നത് എന്തിലാണ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിലാണ്. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് നമ്മൾ ആ ഒരു നാച്ചുറൽ ഹസാർഡ് അല്ലെങ്കിൽ അവരുടെ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഇതിനെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അതായത് അതിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഒരു ഹസാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കുറൻസ്, ഓക്കെ, നാച്ചുറൽ ഇപ്പോൾ ഒരു ഫ്ലഡ് വരുന്നു, അതിനെ തടയുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്തായിരിക്കും മെയിനായിട്ട് പറയുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. അതിനാണ് മെയിനായിട്ട് എന്തെന്ന് പറയുന്നത്, ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസാസ്റ്റർ പ്രിവെൻഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ, പ്രോപ്പറായിട്ട് എന്ത് വേണം, അതിനൊരു പ്ലാനിങ് വേണം അല്ലേ. സോ മെയിൻലി എന്താണ്, 2 ഇഷ്യൂസാണ് നോക്കുന്നത്. ഒന്ന് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് എന്തൊക്കെ ത്രെഡുകളാണ് ആ ഒരു ഹസാർഡ് കാരണം ആ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്, അത് എന്ത് ചെയ്യാം, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, vulnerability assessment. So we are evaluating the risk and capacity of a community to handle the consequences of disaster. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതായത് ആ ഹസാർഡ് ഉണ്ടാകുന്ന ആ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ടും ആ ഒരു ഡിസാസ്റ്ററിൻ്റെ കോൺസിക്വൻസസിനെ എങ്ങനെയൊക്കെ ആ കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യും, അതിനാവശ്യമുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ, കേപ്പബിലിറ്റീസ് ഉണ്ടോ, ഇതെല്ലാം അസസ് ചെയ്യുന്നതാണ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. So prevention has more to do with prohibiting man-made hazards such as chemical accidents, household fires, etc., which are caused by human activities, errors or insufficient precautionary actions. Okay, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫ്ലഡൊക്കെ തടയുക എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണല്ലേ. നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, എക്സ്പ്ലോഷൻസ്, പിന്നെ അതുപോലെ ആക്സിഡൻറ്റ്സ്, ന്യൂക്ലിയർ ആക്ടിവിറ്റീസ്, റേഡിയോ ആക്റ്റീവ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പ്രിവെൻഷൻ, ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്ന് വെച്ചാൽ മെയിൻലി എന്താണ്, നമുക്ക് മാൻ മെയ്ഡ് ആയിട്ടുള്ള ഹസാർഡ്സുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ദെൻ വരുന്നത് ഡിസാസ്റ്റർ മിറ്റിഗേഷനാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മിറ്റിഗേഷനാണ്. സോ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു എന്താണ്, അതിൻ്റെ ഒരു സിവിയോറിറ്റി കുറയ്ക്കുക. അതായത് മീൻസ് നമ്മളുടെ ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, അപ്പോൾ അതുണ്ടാകുമ്പോഴുള്ള അതിൻ്റെ സിവിയോറിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെടുക്കുന്ന എല്ലാ മെഷേഴ്സിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നു. സിവിയോറിറ്റി നമുക്ക് എങ്ങനെ കുറയ്ക്കാം, നമ്മൾ വൾണറബിലിറ്റി കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുകയാണ് എന്നാണ് അർത്ഥം അല്ലേ. സോ നമുക്ക് പല ടൈപ്സിനുള്ള വൾണറബിലിറ്റീസ് ഉണ്ട്, സോഷ്യൽ, ഫങ്ഷണൽ, ഫിസിക്കൽ വൾണറബിലിറ്റി, അങ്ങനെ കുറേ വൾണറബിലിറ്റീസ് ഉണ്ട്. സോ ഇത് കുറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമ്മളുടെ ഇമ്പാക്റ്റും കുറയും. അതായത് ഒരു എന്താണ്, ഒരു ഡിസാസ്റ്റർ കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കുറയും. ഓക്കെ, so the adverse impact of hazards cannot be prevented fully, but their scale or severity can be substantially lessened by various strategies and actions. അതായത് നമുക്ക് ഒരിക്കലും ഒരു എന്താണെന്ന് പറയുന്നത്, ഒരു ഹസാർഡ് കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു എന്താണ് സിവിയോറിറ്റി, ഒക്കെ അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും കുറേ മെഷേഴ്സ് എടുക്കുന്നതിലൂടെ. സോ അതിന് നമുക്ക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഹസാർഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും പ്രോപ്പറായിട്ടുള്ള എൻവയറമെൻറ്റൽ പോളിസീസും അവയർനെസ്സൊക്കെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഹസാർഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് ആണ്. ഓക്കെ, സോ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എമർജൻസി സർവീസസ്, അതായത് ഇപ്പം ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പം നമ്മളെടുക്കുന്ന എമർജൻസി സർവീസസ്, നമ്മളതിനെ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു, അതായത് എമർജൻസി സർവീസസ് എങ്ങനെ കൊടുക്കുന്നു, അതായത് ഇപ്പം ജീവൻ രക്ഷിക്കുക, സേവ് ലൈഫ്, അതേപോലെ എന്തെങ്കിലും ഹെൽത്തും പബ്ലിക് സേഫ്റ്റിക്കും വേണ്ടി നമ്മളെടുക്കുന്ന
എല്ലാ എമർജൻസി സർവീസസിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ റെസ്പോൺസസ് എന്ന് പറയുന്നത്. സോ എന്താണ്, ഒരു ഡിസാസ്റ്ററിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായ ഉടനെ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ എന്താണ് ഡിസാസ്റ്റർ ഓക്കേഴ്സ്, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത്, അതായത് നമ്മൾ ആ പ്രോപ്പർട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഓരോ ലൈഫ് സേവ് ചെയ്യാനും വേണ്ടി നമ്മളെടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ആക്ഷൻസും എന്തിൽ വരുന്നതാണ്, ഡിസാസ്റ്റർ റെസ്പോൺസിൽ വരുന്നതാണ്. അതായത് നമ്മളുടെ മെഡിക്കൽ കെയർ, ഇവാക്വേഷൻസ്, പിന്നെന്താണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, പ്രൊവിഷൻസ് ഓഫ് വാട്ടർ കൊടുക്കുക, ഫുഡ് ഷെൽട്ടേഴ്സ് കൊടുക്കുക, അതുപോലെ അവരെ മാറ്റി പാർപ്പിക്കുന്നതും അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതും, പിന്നെന്താണ് എല്ലാം അവരുടെ സ്റ്റെബിലൈസേഷൻ ഓഫ് അൺസേഫ് ബിൽഡിങ്സ് ആൻഡ് ലാൻഡ് ഫോംസ്, ആ ഒരു ബിൽഡിങ്സിന് സ്റ്റെബിലൈസ് ചെയ്യുന്നതും എല്ലാം എന്തിൽ വരുന്നതാണ്, ഡിസാസ്റ്റർ റെസ്പോൺസിൽ വന്നതാണ്. അതായത് ഇൻ ഷോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കാണുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റെപ്സും എന്തിൽ വരുന്നതാണ്, ഡിസാസ്റ്റർ റെസ്പോൺസിൽ വരുന്നതാണ്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പം എന്താണ് അതിന് നമ്മൾ എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷം നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റെപ്സും എന്തിൽ വരുന്നതാണ്, ഡിസാസ്റ്റർ റെസ്പോൺസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന എമർജൻസി സർവീസസും മെഡിക്കൽ കെയറും എല്ലാം ഡിസാസ്റ്റർ റെസ്പോൺസിൽ വരുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡാമേജ് അസസ്മെൻ്റ് ആണ്. ഡാമേജ് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു ക്രൈസിസ് ഉണ്ടായതിന് ശേഷം, അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷം നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഡാമേജസിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാമേജ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മൂന്നായിട്ടാണ് പറയുന്നത്, സിവിയർ, മോഡറേറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, സിവിയർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഡാമേജസ് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആവാം, ആൾക്കാരാവും, അപ്പോൾ അത് ഒരു ബിൽഡിംഗ് ആണെന്ന് വെച്ചോ, അത് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഫുള്ളായിട്ട് എന്ത് വേണം, റീകൺസ്ട്രക്ഷൻ ചെയ്യണം. അതിനെയാണെങ്കിൽ നമ്മൾ സിവിയർലി ഡാമേജ്ഡ് എന്ന് പറയും, അല്ലേ. ദെൻ മോഡറേറ്റ് ആണെങ്കിലോ നമുക്ക് മൈനറായിട്ടുള്ള റിപ്പയർസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ, അല്ലേ. മേജറായിട്ടുള്ള റിപ്പയർസ് ചെയ്ത് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെറിയ മൈനർ റിപ്പയർസിലൂടെ മാത്രം മതിയായിരിക്കും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഡാമേജ് അസസ്മെൻ്റ് ആണെന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളിപ്പോൾ നമ്മളുടെ മെറ്റീരിയൽസും അസറ്റ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നു, എത്രത്തോളം ഡാമേജ് അതിന് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് മെഷർ ചെയ്യുന്നു. അത് 3 രീതിയിലാണ് പറയുന്നത്, സിവിയർ ഡാമേജ്, മോഡറേറ്റ് ഡാമേജ്, ലൈറ്റ് ഡാമേജ്. അതായത് സിവിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ വേണം, അത് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല. മോഡറേറ്റ് എന്ന് പറയുമ്പോഴോ നമുക്ക് മേജർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഇതിന് ശേഷം ചെറിയ പാച്ച് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്നതാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രൈസിസ് കൗൺസിലിംഗ് ആണ്. അതായത് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ അതായത് ഫിസിക്കലി അല്ല, സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ചിലപ്പം ചില പേഴ്സൺസിനെ എന്ത് ചെയ്യാറുണ്ട്, എഫക്റ്റ് ചെയ്യാറുണ്ട്, അല്ലേ. അതായത് അവരുടെ ഒരു സെൻസ് എന്ന് പറയുന്നത് കുറച്ച് അവർ കുറച്ച് ഡിസ്റ്റർബൻസസ് ഒക്കെ അനുഭവിക്കാറുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതായത് ഇപ്പം അവരുടെ ആ ഒരു ഡിസ്റ്റർബൻസ് കാരണം അവരുടെ അവർക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അവർക്ക് കാണുമായിരിക്കും. ഈ ക്രൈസിസ് കൗൺസിലിംഗ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് അവർ റിക്കവർ ആക്കാൻ നോക്കുന്ന ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് റീസ്റ്റോർ ചെയ്ത് അവർ കറക്റ്റ് രീതിയിലാക്കാനായിട്ട് നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നീഡ് അസസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഡാമേജ് അസസ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ. ഡാമേജ് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രോപ്പറായിട്ട്, അതായത് എന്തൊക്കെ ഡാമേജസ് വന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ സിവിയറിറ്റി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതായത് ഫിനാൻഷ്യലി, ടെക്നിക്കലി, ഹ്യൂമൻ റിസോഴ്സസ്, അതായത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളതിന് പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട്, അത് റിക്കവർ ചെയ്ത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ. അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, നീഡ് അസസ്മെൻറ്റിൽ പറയുന്നത്. ഇത്രയായിരുന്നു ടേംസ്. നമ്മൾ ഒത്തിരി ടേംസ് പഠിച്ചു.
ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ്. അപ്പം ചെറിയ ചെറിയ ഡിഫറൻസൊക്കെ മാത്രമേ ഓരോ ടേംസും തമ്മിലുള്ളൂ. സോ അതൊന്ന് നിങ്ങളും കൂടെ ഒന്ന് വായിച്ച് കുറച്ച് നോക്കാം. എന്തായാലും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കീ ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഓരോ ടേമും എന്താണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ പറഞ്ഞ എല്ലാ ടേംസും ജസ്റ്റ് ഒരു 3 മാർക്കിന് വരികയാണ് എന്നുണ്ടെങ്കിൽ എഴുതാൻ അറിഞ്ഞിരിക്കുക. സോ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടേംസും കൂടെ ഒരുമിച്ചൊറ്റ വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ആയിരിക്കും വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് സിലബസിനകത്ത് കീ ഡെഫിനിഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതായത് ഇതിൻ്റെ ഡെഫിനിഷൻസ്. സോ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കുറച്ചിപ്പം ഡിസാസ്റ്ററിൻ്റെ കുറേ പോർഷൻസും ഹസാർഡ്സിൻ്റെ കുറേ പോർഷൻസും നിങ്ങൾക്ക് അങ്ങോട്ടുള്ള മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുണ്ട്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൽ നോക്കാം. സോ ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് മൊഡ്യൂളുണ്ട്, അത് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കാം. ഓക്കെ, സോ താങ്ക് യു.